ദേശീയ മൃഗം. കുതിര പ്രഖ്യാപിച്ചു, ഞാൻ ദേശീയ മൃഗമാണ്. എന്റെ പൂർവികർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലാത്തതിനാൽ പെൻഷന് അപേക്ഷിക്കുന്നില്ല. ആന, കഴുത, ജിറാഫ്, മയിൽ, പന്നി, സിംഹം എല്ലാരും കുതിരയ്ക്ക് ചുറ്റും കൂടി നിൽപ്പുണ്ട്. കുതിര തുടർന്നു, എന്റെ അച്ഛൻ ഗാന്ധിയെ കണ്ടിട്ടുണ്ട്. എന്റെ മുത്തച്ഛനെ ഗാന്ധി തൊട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ നിങ്ങളുടെ പുറത്തു കയറി തോക്കും ലാത്തിയും കൊണ്ട് ഇന്ത്യക്കാരെ തല്ലിയും ചുട്ടും കൊന്നിട്ടുമുണ്ട്. ഇടയ്ക്കു കയറി കുറുക്കനാണെന്ന് തോന്നുന്നു, ഇങ്ങനെ തട്ടിവിട്ടു. ദേ, മൃഗശാലയാണെന്നും ഞാൻ നോക്കിയല്ല, ചവിട്ടി നിന്റെ. കുതിരയ്ക്കു ദേഷ്യം വന്നു. കുതിര പിന്നെ ഒരു കഥയാണ് പറഞ്ഞത്. മാന്യമഹാമൃഗങ്ങളെ, നിങ്ങളെ ഉപ്പു സത്യാഗ്രഹം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്ന കഥ, അയ്യോ കഥയല്ല, സംഭവം. എന്റെ മുത്തച്ഛൻ എന്റെ അച്ഛനോടും അച്ഛൻ എന്നോടുമായി കൈമാറിയതാകുന്നു. എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോണം. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടക്കുന്ന കാലം ഇന്ത്യക്കാർ ഓരോരുത്തരും വരിവരിയായി നടന്നുവന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിലിരിക്കുന്ന മുട്ടൻ വടികൊണ്ട് ചുമ്മാ തലക്കടി മേടിച്ച് ചോരയുമായി പിടഞ്ഞു വീഴുന്ന കാലം. പാവം സ്ത്രീകളും കുട്ടികളും തല്ലുകൊണ്ടു വീഴുന്നവരെ മുഴുവൻ താങ്ങിയെടുത്ത് അലമുറയോടലമുറ. ഇതെല്ലാം കണ്ടോണ്ടു നിന്ന എന്റെ മുത്തച്ഛൻ ചെയ്തതെന്താണെന്നോ? പുള്ളിക്കാരന്റെ മുതുകത്ത് ഗമയോടെ ഞെളിഞ്ഞിരുന്ന ഒരു സായിപ്പിനെ കുടഞ്ഞു താഴെയിടുകയും പിൻകാലുകൊണ്ട് അയാളുടെ മോന്തക്കിട്ട് ഒന്ന് കൊടുക്കുകയും ചെയ്തത്രേ. അയാൾ അവിടെ കിടന്ന് നിലവിളിയോട് നിലവിളി. തല്ലുകൊള്ളി ഇന്ത്യക്കാർ ഇത് കാണുകയും പെട്ടെന്നു തന്നെ മഹാത്മാഗാന്ധി കീ ജയ്, കുതിര കീ ജയ്, ഭാരത് മാതാ കീ ജയ് എന്ന് ആവേശം കൊണ്ട് എഴുന്നേൽക്കുകയും ചെയ്തത്രേ. ഹോ, ഇപ്പോഴും അതോർക്കുമ്പം ദേ രോമം തലേന്നേ എഴുന്നേറ്റു തുടങ്ങിയ പോല. കുതിര ഒന്നുഷാറായി ശിരസ്സുകുടഞ്ഞ് എല്ലാവർക്കും മുമ്പിൽ നിന്നു. ഈ നിമിഷം താനൊരു സമരഭൂമിയിലാണ് നിൽക്കുന്നതെന്ന്, നയിക്കുന്നതൊരു മഹായുദ്ധമാണെന്ന്, ശബ്ദം തന്റെ മുത്തച്ഛന്റേതാണെന്ന്, ഗന്ധം ശത്രുവിന്റെ ചോരയുടേതാണെന്ന് തോന്നി വരുന്നതിന്റെ കയറ്റത്തിൽ വെച്ച്, അതെ കൃത്യം അവിടെ വെച്ച് മൃഗശാല സൂക്ഷിപ്പുകാരനെ കണ്ടുമുട്ടുകയും പെട്ടെന്നു തന്നെ തിരിച്ചിറങ്ങി പതിയെ തന്റെ കൂട്ടിനകത്തേക്ക് കയറിപ്പോവുകയും ചെയ്തു കുതിര.